ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്കായി കാത്തുവച്ചിരിക്കുന്ന ഒരു ഔട്ടർ വേൾഡ്, അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഇന്നർ വേൾഡ്. ഇത് രണ്ടും നമുക്ക് തരുന്ന അനുകൂല സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാരണങ്ങൾ പലതാണ്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ആത്മവിശ്വാസക്കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. പലരും നമ്മളോട് പറയും ആത്മവിശ്വാസം വളർത്തിയെടുക്കണം. അധ്യാപകർ, വീട്ടിലുള്ളവർ, നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവർ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ആത്മവിശ്വാസം വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാക്കാം. അതുമാത്രമല്ല, ഇത് ഏത് വിധേനയും വളർത്തിയെടുത്തേ മതിയാവൂ. കോഴ്സിന് ചേരാൻ വരുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ആത്മവിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ആത്മവിശ്വാസക്കുറവ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിലേറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്നോ? നമ്മുടെ ലോകം വല്ലാണ്ട് ചുരുങ്ങിപ്പോവും. പല സന്തോഷങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. ആത്മവിശ്വാസക്കുറവ് കൊണ്ട് മാത്രം നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കാര്യത്തിൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ള ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാം. എനിക്ക് വലിയ ടെക്നിക്കൽ സ്കിൽസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കിത് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻജിനീയറിംഗ് പഠിക്കാനൊന്നും പോയില്ല. അതുമാത്രമല്ല, ഈ വണ്ടി ഓടിക്കുക അതെന്തോ ടെക്നിക്കൽ മെക്കാനിക്കൽ സംഭവമാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും എനിക്ക് സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല കേട്ടോ. പക്ഷേ അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതിൻ്റെ ഒരേ ഒരു കാരണം എൻ്റെ ആത്മവിശ്വാസമാണ്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. അവർക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അവർ ഓടിക്കാറില്ല. അവരോട് കാരണം ചോദിക്കുമ്പോൾ മിക്കവാറും പേര് പറയുന്ന കാരണം ഇതാണ് കേട്ടോ: ഒരു ധൈര്യം വരുന്നില്ല. അപ്പോൾ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവെയർനെസ്സാണ്. നമ്മുടെ കഴിവുകൾ കണ്ടെത്താൻ സാധിക്കണം. ആ കഴിവുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും. ആ വിശ്വാസം നമ്മളെ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. സ്ട്രെങ്ത് മാത്രമല്ല, നമുക്ക് വീക്ക്നെസ്സും ഇല്ലേ? ആ വീക്ക്നെസ് അംഗീകരിക്കാനും കൂടി നമുക്കാവണം. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ എങ്ങനെ നമുക്കതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ചെയ്യുക. ഇതെല്ലാം ചേർന്നതാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഇല്ലാതെ വന്നാൽ പല കുഴപ്പങ്ങളും നമുക്കുണ്ടാവും. നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ പലതും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും. അത് നടക്കാതെ വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാം. ചിലപ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകാം. ചില പ്രത്യേക കാര്യങ്ങളിൽ നമ്മളെക്കാൾ കഴിവ് കുറവാണെന്ന് ഉത്തമ ബോധ്യമുള്ള ചില ആളുകൾ അത്തരം കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിഷമം വരാൻ സാധ്യതയുണ്ട്. ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു പരിശീലന ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ക്ലാസ്സിന് ശേഷം ഒരു അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ആത്മവിശ്വാസവും ഇല്ല. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണം എന്താണെന്നോ? എന്നെ വീട്ടുകാർ അങ്ങനെയാണ് വളർത്തിയത്. പലരും ഇത് ഒരു കാരണമായിട്ട് പറയാറുണ്ട് ആത്മവിശ്വാസക്കുറവിന്. പക്ഷേ നമുക്കറിയാം, ലൈഫിന് റീവൈൻഡ് ബട്ടണൊന്നുമില്ല. രണ്ടാമത് നമുക്ക് ബാല്യത്തിലൂടെ ഒന്നും കടന്നു പോകാൻ പറ്റില്ല. ഇവിടെയുള്ള ഏറ്റവും അനുകൂല ഘടകം എന്താണെന്നോ? ഈ ആത്മവിശ്വാസം എന്നുള്ളത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അത് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും രണ്ട് കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയും മറ്റേയാൾ ആത്മവിശ്വാസമില്ലാതെ ജനിക്കുന്നവരല്ല. അത് നമ്മൾ രൂപപ്പെടുന്ന ഒന്നാണ്. അതിൽ നമ്മുടെ സാഹചര്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് നമുക്ക് തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പ്രത്യേക ജീവിത കാലഘട്ടത്തിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ഈ ആത്മവിശ്വാസം അവരിൽ നിന്ന് ചോർന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ചലഞ്ചസ് ഉണ്ട്. നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറുക, ആത്മവിശ്വാസം ചോർന്നു പോകാനിടയാകരുത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ 10 കാര്യങ്ങളാണ് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് സന്തോഷമായിട്ടിരിക്കുക. എന്നാലത് പലപ്പോഴും നടക്കാറില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? സന്തോഷമുള്ള ആളുകളുടെ ബോഡി ലാംഗ്വേജ് ഇല്ലേ, അത് പ്രാക്ടീസ് ചെയ്യുക. സന്തോഷമുള്ള ആളുകളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആണല്ലേ സ്മൈൽ. ചിരി അവർ ക്ലിപ്പിട്ട് വെക്കാറില്ല, നന്നായിട്ട് ചിരിക്കും. അപ്പം ഞാൻ ഒരു സന്തോഷവും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെന്ന് കരുതുക. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു സന്തോഷമില്ല കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ സുഹൃത്തിനെ വഴിക്ക് വെച്ച് കാണുമ്പോൾ
ഞാൻ അയാളെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ അയാൾ എനിക്കൊരു ചിരി സമ്മാനിക്കും. ഈ ചിരി എന്നിലേക്ക് എത്തുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. സന്തോഷം ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അയാളുടെ ചിരി കാണുമ്പോൾ എൻ്റെ ചിന്തകൾ വളരെ പോസിറ്റീവാകും. അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അയാൾക്ക് എന്നിൽ താല്പര്യമുണ്ട്, എന്നെ കണ്ടപ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. ഇങ്ങനെ പല ചിന്തകളും നമ്മളിൽ ഉണ്ടാവും. ഈ ചിന്തകൾ യഥാർത്ഥത്തിൽ നമ്മളിൽ സന്തോഷം ഉണ്ടാക്കും. അതേ ടെക്നിക്ക് നമുക്കിവിടെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ആത്മവിശ്വാസമുള്ളവരുടെ ബോഡി ലാംഗ്വേജ് ഇല്ലേ, അത് നമുക്കങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാം. ബോഡി ലാംഗ്വേജ് അല്ലേ, ഇത്ര വിഷമമുള്ള കാര്യമൊന്നും അല്ലല്ലോ. നല്ല ആത്മവിശ്വാസമുള്ളവർ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? അവർ തല നിവർത്തി പിടിക്കും, ചുറ്റുപാടും നോക്കിക്കൊണ്ടായിരിക്കും അവർ വരുന്നത്. ആവശ്യത്തിന് സ്പേസ് എടുത്ത് വരും. എല്ലാവരുമായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടാവും. സംശയമൊന്നും ഉണ്ടാവില്ല, ഇവിടെ വേണോ വേണ്ടേ, എവിടെ ഇരിക്കണം. അവർ കൃത്യമായിട്ട് നടന്ന് മുന്നോട്ട് വരും. അവർക്ക് ഇഷ്ടമുള്ളൊരു സീറ്റിൽ വന്നിരിക്കും. അവരെന്തിനാണോ വന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ അവരെ സഹായിക്കുന്ന ഒരു ഇരിപ്പിടം കണ്ടെത്തും. നമ്മുടെ ആംഗ്യങ്ങൾ, ആത്മവിശ്വാസമുള്ളവരെപ്പോഴും അവരുടെ കൈ ഇങ്ങനെ ഓപ്പണായിരിക്കും, പാംസ് ഓപ്പണായിരിക്കും. ചിലരിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? എവിടെയെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്നോ, ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുറമേ ഉള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവ്. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആവശ്യമില്ലാതെ ഒരു വിധേയത്വം മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു ബോഡി പോസ്ചർ. എവിടെ പോകുമ്പോഴും ഓർക്കുക, ആത്മവിശ്വാസവും ബോഡി ലാംഗ്വേജുമായിട്ട് നല്ല ബന്ധമുണ്ട്. നല്ല ആത്മവിശ്വാസമുള്ളവരുടെ ബോഡി ലാംഗ്വേജാണ് എനിക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആത്മവിശ്വാസമുള്ളവർ വെർബലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കിയിട്ടുണ്ടോ? നല്ല ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കും. അവർ മറ്റുള്ളവർക്ക് കേൾക്കാൻ പാകത്തിനുള്ള ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ട് സംസാരിക്കും. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എവിടെയാണെങ്കിലും സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമല്ലോ. സംസാരിക്കുമ്പോൾ അത് ക്ലിയറായിട്ടും ഉറച്ച ശബ്ദത്തിലും പറഞ്ഞ് ശീലിക്കുക. നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നോ പറയണം. പക്ഷെ ചിലരൊരു ക്ഷീണിതാവസ്ഥയിലുള്ളൊരു നോ പറയും. ഒരു കാര്യം നമുക്ക് അത് നിർത്തണം എന്ന് പറയണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആത്മവിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ആ പറയുമ്പോൾ നോ നോ സ്റ്റോപ്പ് എന്നാണ് അവർ പറയുക. എന്തായാലും നോ പറയല്ലേ, അത് വളരെ ക്ലിയറായിട്ട് ഉറച്ച ശബ്ദത്തിൽ പറയുക. വളരെ ക്ലിയറായിട്ട് മറ്റേയാൾ കേൾക്കാവുന്ന ശബ്ദത്തിൽ സംസാരിക്കുക എന്നുള്ളത് ആത്മവിശ്വാസമുള്ളവരുടെ ഒരു ലക്ഷണമാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ. 3, ആത്മവിശ്വാസമുള്ളവർക്ക് സക്സസ് ഉണ്ടാവും. നമുക്ക് ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. സെലിബ്രേറ്റ് ദ സക്സസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവർക്ക് വിജയം ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുക, അവരെ അംഗീകരിക്കുക. അത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടാകരുത്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ അസൂയ മാറും. നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു, നമ്മൾ അവരുടെ ഒപ്പം സന്തോഷിക്കുന്നു. അവിടെ അസൂയക്ക് സ്ഥാനമില്ല. അസൂയ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളവരെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, നമുക്ക് അവരുടെ വിജയത്തിൽ സന്തോഷം തോന്നില്ല. സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സന്തോഷം അവിടെ വന്നോളും. അസൂയ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ അവരുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ മോശക്കാരാണെന്നുള്ള തോന്നൽ വരുമ്പോഴാണല്ലോ ഈ അസൂയ ഉണ്ടാകുന്നത്. അത് സംഭവിക്കുന്നത് ഈ ആത്മവിശ്വാസക്കുറവ് മൂലമാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണമെങ്കിൽ അസൂയ മാറ്റാൻ നടക്കുന്നതിന് പകരം ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗമാണ് മറ്റുള്ളവർക്കുണ്ടാകുന്ന നേട്ടങ്ങളിൽ അവരോടൊപ്പം നിന്ന് സന്തോഷിക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യുക. ഇനി 4ാമത്തെ കാര്യം, നല്ല ആത്മവിശ്വാസമുള്ളവരുടെ ഏറ്റവും വലിയൊരു സ്ട്രോങ് പോയിന്റ് എന്താണെന്നോ, കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ഹാളിലിരിക്കുന്നു, ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, സെഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് ചോദ്യം ചോദിക്കുന്നു, എനിവൺ ക്യാൻ ആൻസർ പറയാൻ അയാൾ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുകയാണ്. അവിടെ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയണമെങ്കിൽ ആത്മവിശ്വാസം വേണം. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്നോ, ഒരു 20 സെക്കൻഡ്സ് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കും. യെസ്, ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്, ഉത്തരം എനിക്കറിയാം, ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. 20 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. 20 സെക്കൻഡ് ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കും, ഉത്തരം പറയും. ഒരു വലിയൊരു യൂട്യൂബർ പറയായിരുന്നു, അയാൾ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു ആത്മവിശ്വാസവും ഇല്ല. അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ, വീഡിയോ ഒക്കെ റെഡിയാണ്. അവസാനം അയാളൊരു 20 സെക്കൻഡ് പോസിറ്റീവ് ചിന്ത പിടിച്ചു നിർത്തി ഇതങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. വീഡിയോ വൈറലായി. അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായി. അതിനെ ഓവർകം ചെയ്യാനായിട്ട് 20 സെക്കൻഡ് നേരത്തെ ഒരു പോസിറ്റീവ് തോട്ട്, അത് ധാരാളം.
അതുകൊണ്ട് അയാളുടെ ജീവിതത്തിലുണ്ടായ നേട്ടമൊന്നും ആലോചിച്ച് നോക്കിയേ. ഇത് വൈറലായി, അയാൾ വലിയൊരു യൂട്യൂബറായി, പിന്നെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അതിൻ്റെ കൂടെ കടന്നു വന്നു. 5ാമത്തെ കാര്യം, അറിവ് നമുക്ക് നല്ല ആത്മവിശ്വാസം തരും കേട്ടോ. ഞാൻ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോളേജിനെ കുറിച്ച് എനിക്ക് പലതും അറിയാമായിരുന്നു. ഞാൻ അധ്യാപികയായിരുന്നപ്പോഴും HOD ആയിരുന്നപ്പോഴും വൈസ് പ്രിൻസിപ്പലായിരുന്നപ്പോഴും ഈ റോളുകളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു, നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുമാത്രമല്ല, ഞാനൊരു ലോ ഡിഗ്രി എടുത്തു, മാനേജ്മെൻറ്റ് ഡിഗ്രി എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ അറിവുണ്ടല്ലോ, എനിക്ക് നൽകിയ ആത്മവിശ്വാസം ചില്ലറയൊന്നുമല്ല. 6ാമത്തെ കാര്യം, ഒരു കാര്യം എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അതനുസരിച്ചാണ് നമ്മുടെ ആത്മവിശ്വാസം കൂടുന്നത്. ഞാനൊരു ടീച്ചറായിരുന്നു, അപ്പോൾ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, അതനുസരിച്ചാണ് എൻ്റെ ആത്മവിശ്വാസം. എനിക്ക് പേഴ്സണലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. പ്ലാനിങ് ഇല്ലാതെ, വേണ്ടത്ര പ്രാക്ടീസ് ഇല്ലാതെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്കതൊരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കാറുണ്ട്. അതേസമയം വേണ്ടത്ര പ്ലാനിങ്ങോടുകൂടി, റിഹേഴ്സലോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ആത്മവിശ്വാസത്തോടെ നമുക്കത് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്, പ്ലാനിങ് ആൻഡ് പ്രാക്ടീസ്. 7, ചിലപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസും പ്രൊക്രാസ്റ്റിനേഷൻ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകാം. നമ്മൾ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്തോറും നമ്മുടെ ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും ആദ്യത്തെ ചാൻസിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരു തവണ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യാൻ പോകുന്നത് 2ാമത്തെ തവണയാണ്. ഒരു തവണ ചെയ്തു എന്നുള്ളത് എനിക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. 8, നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് ആണല്ലോ നമ്മുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്ന വേറൊരു ഘടകം. മറ്റുള്ളവരെന്ത് കരുതുമെന്ന് ചിന്തിക്കുന്നത്, തോറ്റുപോയേക്കുമെന്നുള്ളൊരു ചിന്ത. ഒരു പ്രസംഗം പറയാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ പോലും നമ്മൾ ആ വിഷയം മാറി വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും. നമ്മുടെ മുന്നിലിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ചിലപ്പോൾ ചില സ്റ്റേജിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴേ ഞാൻ ഓഡിയൻസിനെ കണ്ട് പെട്ടെന്ന് എൻ്റെ ടീച്ചർമാർ മുമ്പിലിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ ആളുകളെന്ന് കരുതുന്ന ആളുകളൊക്കെ മുമ്പിലിരിപ്പുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അവരെക്കുറിച്ചൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കഴിവ് നമ്മുടെ ആത്മവിശ്വാസത്തെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങളിൽ 100% ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് ആത്മവിശ്വാസത്തെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 9, നമ്മുടെ എൻവയൺമെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. നമ്മൾ സഹവസിക്കുന്ന ആളുകൾ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുമ്പോൾ ചിലപ്പോൾ മറ്റേയാളിൻ്റെ ഒരു പ്രതികരണം മതി നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കാൻ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തരംതിരിച്ച് കാണണം. ഇവരെ ടോക്സിക് ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യരുത്. അത് അവർ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ച് തരും. എന്നാൽ വേറെ കുറേ പേരുണ്ട് കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, എൻകറേജ് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമുള്ള ആളുകൾ. അവരെ കണ്ടെത്തുക, കൂടെ നിർത്തുക. പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പിൽ സഹവസിക്കുക എന്നുള്ളത് സെൽഫ് കോൺഫിഡൻസിനെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. 10ാമത്തെ കാര്യം, സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവരങ്ങോട്ട് ചെയ്യും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണോ അവർ യാത്ര ചെയ്യും. എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും കാര്യം സാധിക്കണോ അവർ സാധിക്കും. ഇത് ജീവിതത്തിൽ വലിയൊരു അനുകൂല സാഹചര്യമാണ്. എപ്പോഴും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോകം വല്ലാതെ ചുരുങ്ങിപ്പോവും. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തനിയെ കാര്യങ്ങൾ ചെയ്യാൻ, അതിനുവേണ്ടി ചിലപ്പോൾ മനഃപൂർവ്വം സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരാൾ കൂട്ടുവരാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ പറയുക, ഞാൻ തനിയെ ചെയ്തോളാം. കൂട്ടുള്ളത് നല്ലതാണ്, നല്ല രസമാണ്. പക്ഷേ ആത്മവിശ്വാസം വളർത്തിയെടുക്കണമെങ്കിൽ തനിയെ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കണം. ആത്മവിശ്വാസക്കുറവ് അതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്